കഴിഞ്ഞ ദിവസം ഗുരുവായൂരാണെങ്കിൽ ഇന്ന് നമ്മൾ പോണേ കാസർഗോഡ് കേട്ടോ. അപ്പൊ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്ത് വിട്ടിട്ട് ഒന്ന് പറഞ്ഞ ചോദിച്ചാൽ നമ്മൾ ഇവിടെ എത്തിട്ടാ. പിന്നെ ഒരു ചായയും കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ചെക്കന്റെ വീട്ടിൽ പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീൽ അടിക്കുന്ന ഒരു പന്തലൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിസ്തവെള്ളാട്ടോ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത്. ഇതാട്ടോ നമ്മുടെ സൈത്ത ചേച്ചി. നല്ല ചൂടായോണ്ടാണോ അറിയില്ല, വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ആട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കണ്ട് കിളി പോയതാണ് അറിയില്ല, നല്ല അടിയെന്നിട്ടാ രണ്ടാൾക്കാരും. കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിക്കലാട്ടോ പിന്നെ അറിഞ്ഞത്. പിന്നെ നമ്മുടെ മെയിൻ കാര്യപരിപാടിയൊക്കെ കിടക്കാം. ഫുഡ് സെർവ് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു വ്യത്യാസം കിട്ടും നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട്. തലശ്ശേരി സ്റ്റൈലിലുള്ള ഒരു പൊരിച്ച ചിക്കൻ വെച്ചുള്ള ബിരിയാണി ആയിരുന്നു, കൂടെ ഒരു ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ സംഭവം. കൂടെ നല്ലൊരു പരിപ്പും പായസം ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടോ കിട്ടുന്ന ബിരിയാണിയുടെ കൂടെ ഒക്കെ. തൊട്ടടുത്തുള്ള വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാട്ടോ. നല്ല ചൂടാണ് ഈ ഏരിയയിൽ, അത്യാവശ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ തന്നെ നല്ലൊരു മോഹത്ത് സർബത്തും കിട്ടിയിട്ടാ. ഇങ്ങോട്ട് സ്നേഹപ്രകടനായിരുന്നു. രണ്ടാളും നല്ല വൈബ് കപ്പിൾ തന്നെയാണ്. ഇവരുടെ പരിപാടി ഒന്നുമല്ല കേട്ടോ, ഇവന്റെ അനിയത്തിയുടെ പരിപാടിയാണ്. അതായത് എന്റെ പാപ്പന്റെ മോളെ പരിപാടി. പിന്നെ അവർക്ക് ടാറ്റ കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടിട്ട് പോണ വഴിക്കിൽ ഹൈവേന്റെ പണി എടുക്കണം. നല്ല ബ്ലോക്ക് ചെയ്തു. അപ്പൊ ആ ഒരു ആംബുലൻസ് വരെ ഈ ബ്ലോക്ക് പെട്ടുപോയിട്ട് ഉള്ളിലെ ആൾക്കൊന്നും പറ്റരുത് എന്നുണ്ടോ നമ്മുടെ പ്രവർത്തനം മുഴുവൻ. പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നാട്ടിലെത്തി.